നമസ്കാരം. ഇന്നലത്തെ ഞങ്ങളുടെ അവസാന വീഡിയോ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഫേസ് 2 തുടങ്ങുമോ അല്ലെങ്കിൽ 2.0 ഉണ്ടാകുമോ എന്ന ഒരു ചോദ്യമായിരുന്നു. ആ ചോദ്യത്തിന് ചില സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞത് കഴിഞ്ഞ ദിവസം രാത്രിയും സംഘർഷം തുടരാനുള്ള സാധ്യതയുണ്ട് എന്നായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഒന്നും ആ സമയത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം രാത്രി പുറത്തു വന്നിരുന്നില്ല എങ്കിൽ കൂടി ഇപ്പോഴിതാ ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം ഇന്ത്യൻ ഗവൺമെൻറ് തന്നെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ തന്നെ നൽകുകയാണ്. അതായത് ഇന്നലെ രാത്രി ഭാരതത്തിൽ സൈനിക കേന്ദ്രങ്ങളടക്കം 15 ഇടങ്ങളിൽ ആക്രമിക്കാനുള്ള ശ്രമം പാകിസ്ഥാൻ വ്യോമസേന നടത്തിയിരുന്നു. വ്യോമസേനയും കരസേനയും സംയുക്തമായി തന്നെ നടത്തിയിരുന്നു എന്നുള്ളതാണ്. അമൃത്സറിനെ ലക്ഷ്യമാക്കി ഒരു മിസൈൽ അടക്കം വന്നിരുന്നു. ഈ മിസൈലിനെ അതിർത്തിയിൽ വച്ച് തന്നെ ഇന്ത്യ തകർത്തിട്ടു. വ്യോമാക്രമണങ്ങളെ ശക്തമായി തന്നെ ഇന്ത്യൻ വ്യോമസേന പ്രതിരോധിക്കുകയും ചെയ്തു. പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ മടങ്ങിപ്പോവുകയും ചെയ്തു. ഇത് ഇന്നലെ രാത്രി സംഭവിച്ചതാണ്. തീർച്ചയായും ഇന്നലെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നത് ഞങ്ങൾ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കിയതിലൂടെ 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തു. ഇതിവിടെ അവസാനിക്കുകയാണ്. ഇനി ഇതിന് തിരിച്ചടിയായി പാകിസ്ഥാൻ സൈന്യം എന്തെങ്കിലും ചെയ്താൽ പാകിസ്ഥാൻ്റെ സൈനിക കേന്ദ്രങ്ങളെയും ആക്രമിക്കാൻ ഞങ്ങൾക്ക് മടിയില്ല എന്നാണ് ഇന്നലെ ഇന്ത്യ വ്യക്തമാക്കിയിരുന്നത്. ഇന്ത്യ ആ വാക്ക് ഇന്ന് രാവിലെ പാലിച്ചു. അതായത് ഇന്നലെ രാത്രി പാകിസ്ഥാൻ നടത്തിയ സാഹസത്തിന് ഇന്ന് രാവിലെ ഇന്ത്യ മറുപടി കൊടുത്തിരിക്കുന്നു. ലാഹോറിൽ ഒരു വ്യോമ പ്രതിരോധ സംവിധാനം, പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സാണ് ലാഹോറിലുള്ളത്. ഈ ഹെഡ്ക്വാർട്ടേഴ്സ് തകർത്തു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രാവിലെ തന്നെ ലാഹോർ വിമാനത്താവളത്തിന് സമീപം ചില സ്ഫോടനങ്ങൾ ഉണ്ടായതായി വാർത്തകൾ വന്നിരുന്നു. ഡ്രോണുകൾ ആക്രമണം നടത്തിയതായി വാർത്ത വന്നിരുന്നു. അത് ഇപ്പോൾ ഇന്ത്യ സ്ഥിരീകരിക്കുകയാണ്. അതായത് ലാഹോറിൽ പാകിസ്ഥാനിലേക്ക് വരുന്ന മിസൈലുകളെ തകർക്കാനായി അല്ലെങ്കിൽ പാകിസ്ഥാനിനെ മിസൈൽ ആക്രമണത്തിൽ നിന്നും സംരക്ഷിക്കാനായി ചൈന ഒരു മിസൈൽ പ്രതിരോധ സംവിധാനം നൽകിയിട്ടുണ്ട്. ആ മിസൈൽ പ്രതിരോധ സംവിധാനത്തിൻ്റെ ആസ്ഥാനം ലാഹോറാണ്. ആ മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ഇപ്പോൾ അടിച്ച് തകർത്തിരിക്കുന്നത്. ആ സംവിധാനം തകർന്നു എന്ന് പാകിസ്ഥാനും സ്ഥിരീകരിക്കുന്നു. ഇന്ത്യ അത് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇത് കൃത്യമായി ഇന്ത്യ ചെയ്യാൻ ആഗ്രഹിച്ചതല്ല. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഫേസ് 1ൻ്റെ ഭാഗമായിരുന്നില്ല. പക്ഷേ ഇത് ഫേസ് 2ൻ്റെ ഭാഗമാണ്. ഇത് ചെയ്യിച്ചത് പാകിസ്ഥാനാണ്. കാരണം ഇത് അതിർത്തിയിൽ നടത്തിയ ഷെല്ലാക്രമണത്തിനുള്ള മറുപടിയാണ് എന്ന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത് മുതൽ തന്നെ കനത്ത ഷെല്ലാക്രമണം ഗ്രാമീണർക്ക് നേരെ നടത്തിയിരുന്നു. അതിന് മുന്നേ തന്നെയും അതിർത്തിയിൽ വെടിവെപ്പുണ്ടായിരുന്നു. പക്ഷേ ചെറിയ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വെടിവെപ്പായിരുന്നു. പക്ഷേ ഈ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ നടപ്പാക്കിയതോടുകൂടി തന്നെ അതിർത്തിയിൽ നിയന്ത്രണ രേഖയിലുടനീളം കശ്മീരിൽ അതിർത്തിയിൽ വലിയ ഷെല്ലാക്രമണം തന്നെ പാകിസ്ഥാൻ നടത്തിയിരുന്നു. ഗ്രാമീണരെ അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണമായിരുന്നു. 13 ഗ്രാമീണർ കൊല്ലപ്പെട്ടതായും 59 പേർക്ക് പരിക്കേറ്റതായും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ച് അല്പസമയത്തിന് ശേഷമാണ് ഈ ആക്രമണ വാർത്തയും ഇന്ത്യ സ്ഥിരീകരിക്കുന്നത്. അതിനും ഞങ്ങൾ മറുപടി കൊടുത്തിരിക്കുന്നു. ലാഹോറിലെ പാകിസ്ഥാൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനത്തെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി മിസൈൽ പ്രതിരോധ സംവിധാനത്തിൻ്റെ കാര്യക്ഷമത എത്ര എന്ന് ചോദിച്ചാൽ അതൊരു മറ്റൊരു വിഷയമാണ്. കാരണം കഴിഞ്ഞ ഈ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ നടപ്പിലാക്കിയത് മിസൈലുകൾ ഉപയോഗിച്ച് തന്നെയായിരുന്നു. പാകിസ്ഥാൻ്റെ അകത്തേക്ക് പാക് അധീന കശ്മീരിൽ 5 ഇടങ്ങളിലെയും പാക് പഞ്ചാബിൽ 4 ഇടങ്ങളിലേക്കും ഇന്ത്യയുടെ 24 മിസൈലുകൾ പാഞ്ഞിട്ടും പാകിസ്ഥാൻ്റെ ചൈന നൽകിയിട്ടുള്ള മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതേ മിസൈൽ പ്രതിരോധ സംവിധാനത്തിൻ്റെ ആസ്ഥാന മന്ദിരം കൂടി ഇപ്പോൾ തകർക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന് വലിയൊരു പ്രതിരോധ ശേഷി നഷ്ടമായിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. മറ്റിടങ്ങളിലും ആക്രമണം നടത്തിയിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. പിന്നാലെ കൂടുതൽ വിവരങ്ങൾ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം. നമസ്കാരം. മെയ് 11 മുതൽ മെയ് 18 വരെ തുമ്പമൺ വടക്കുംനാഥ ക്ഷേത്രത്തിൽ നടക്കുന്ന ദേവസേനാധിപതിയായിട്ടുള്ള ശ്രീ മുരുകൻ്റെ സ്കന്ദ മഹാപുരാണത്തെ ആസ്പദമാക്കി നടക്കുന്ന മഹാസത്രത്തിന് എല്ലാവിധ ആശംസകളും. ആദ്യമായിട്ടാണ് കേരളത്തിൽ സ്കന്ദ മഹാസത്രം നടക്കുന്നത്. ഒരു വലിയ വിജയമായി തീർന്നു.